ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുമ്പോൾ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ ചൈനയും പാകിസ്ഥാനുമാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല, കുറച്ചുകൂടി കാത്തിരിക്കൂ എന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ഇത് തള്ളിക്കളയാനും തയ്യാറായിട്ടില്ല. ഇതിന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ബന്ധമുള്ള അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഇസ്ലാമി ഛത്ര ശിബിർ എന്ന് പറയുന്ന സംഘടന. ഈ സംഘടനയാണ് ഈ സമരം നടത്തിയതും സംഘർഷവും കലാപവും ഒക്കെ ആളിക്കത്തിച്ചതും ഇപ്പോൾ സമരമുഖത്ത് നിൽക്കുന്നതും ഈ സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് ചൈനീസ് ഫണ്ട് യഥേഷ്ടം ലഭിക്കുന്നുണ്ട്. ഈ സംഘടനയാണ് ഈ സർക്കാരിനെ, ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ മറിച്ചിടുവാനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാനും ശ്രമിച്ചുകൊണ്ട് ഇരുന്നത്. ഇന്ത്യ വിരുദ്ധ തീവ്രവാദ പ്രവർത്തനം ശക്തമാക്കുന്ന ഒരു ഭരണകൂടം ബംഗ്ലാദേശിൽ വരണമെന്ന് ആഗ്രഹിച്ച് പരസ്യമായി തന്നെ പറഞ്ഞ ഒരു സംഘടനയാണ് ICS. ഇത് ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ വിദ്യാർത്ഥി ഘടകമാണ്. ഇവരിലേക്ക് സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ചൈന എത്തിച്ചിരുന്നത്. അനവധി ചൈനീസ് വിദ്യാർത്ഥികൾ ഈ ബംഗ്ലാദേശിൽ പഠിക്കാനായി എത്തിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾ വഴിയാണ് ഇവർ കമ്മ്യൂണിക്കേഷൻസ് അധികവും നടത്തിയിരുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഈ വിവരങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ഇന്റലിജൻസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. സാഗോദം ഇതെല്ലാം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ പ്രവർത്തനങ്ങൾ കാലങ്ങളായി തന്നെ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ നിരീക്ഷണത്തിൽ വിധേയമാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇവരാണ് ഇന്ത്യയുടെ ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ബംഗാളിലടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിലുള്ള വിധ്വംസക മതമൗലികവാദ സംഘടനകൾക്ക് ഫണ്ട് ചെയ്യുന്നതും ഒപ്പം തന്നെ സഹായിക്കുന്നതുമൊക്കെ. ഏതായാലും ഇതിൻ്റെ പിന്നിൽ ചൈന ഇപ്പോൾ നിശബ്ദമായിരിക്കുകയും ചൈന പാകിസ്ഥാനെ ഉപയോഗിച്ച് നടത്തിയ ഒരു നീക്കമാണ്. ഇതിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോഴത്തെ പാകിസ്ഥാൻ കിടക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക. ഒപ്പം തന്നെ അവർക്കൊരു മധുര പ്രതികാരമുണ്ട്. പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടായതിൻ്റെ ആ ഒരു കേട് തീർത്ത് ഒരു ഹീറോയിസത്തിലേക്ക് അവർ നീങ്ങുന്നു. ഒപ്പം തന്നെ ചൈനയ്ക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഈ അടുത്ത സമയങ്ങളിലാണ് ഈ ബംഗ്ലാദേശിൽ ഏറ്റവും വലിയ തുറമുഖത്തിന് നടത്തിപ്പ് ഇന്ത്യക്ക് ലഭിച്ചത്. അതിലൊക്കെ വലിയ നീരസം ചൈനയ്ക്കുണ്ടായിരുന്നു. ഈ അവസരം മുതലെടുത്ത് ബംഗ്ലാദേശിലേക്ക് കടന്നു കയറുക എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് അവരെ സഹായിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഇസ്ലാമി ഛത്ര ശിബിറുമാണ്. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധമായ ഒരു സർക്കാർ ഉണ്ടാവുക എന്ന് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ജാഗ്രതയോടുകൂടി തന്നെ അതിർത്തിയിൽ നിലയുറപ്പിക്കുക മാത്രമല്ല നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക കൂടിയാണ്. കാരണം ഇനി എന്ത് എന്നുള്ള നീക്കം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.